CPIM അരീക്കോട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന അനുബന്ധ പരിപാടികളിൽ പുൽപ്പറ്റ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അരങ്ങേറുന്ന കലാകായിക സാംസ്കാരിക പരിപാടികളിൽ ഉൾപ്പെടുത്തി ഒരു തെരുവ് നാടകം നേരറിവുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. പല രീതിയിലും രൂപത്തിലുമുള്ള കാട്ടുകടന്നലുകൾ ഈ ഭൂമികയിൽ വട്ടമിട്ട് പറന്ന് നാടിനെ ശിഥിലമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർത്തമാന കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് ഒരു എത്തിനോട്ടം മാത്രമാണ് ഈ നാടകം. പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ കലാകാരന്മാർ മാത്രം അവതരിപ്പിക്കുന്ന ഈ നാടകത്തിന്റെ മാനേജർ MC ഹംസ, സഹസംവിധാനം M വേലായുധൻ, സാങ്കേതിക സഹായം മനോജ് കുമാർ തൃപ്പനച്ചി, ശബ്ദമിശ്രണം ഷംസു വാലില്ലാപ്പുഴ, നാടകരചനയും സംവിധാനവും TA മടക്കൽ. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള കരുത്തുറ്റ കരങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഹൃദയ സദസ്സിന്റെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു നേരറിവുകൾ. ബാല, ഒരു ചായ കുടിച്ച് പോയിക്കടാ. വാ പിടിക്കാ, ചായ വേണം. 2 ചാക്കൂടെ ഇറക്കാനുണ്ടേ. ഈ എന്റെ സൗകര്യം പോലെ വന്ന ബാല, മാനത്ത് കാർ അങ്ങനെ കെട്ടിക്കിടക്കാണല്ലോ. നല്ല മയക്കുള്ള കോളുണ്ട്. കുട്ടിമോയിനെ, എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ട് പോണത്? ഒന്നും പറയണ്ട എന്റെ കുട്ട. ബാങ്കിൽ നിന്ന് ആള് വന്നപ്പോ ഞമ്മള് വീട്ടിലില്ല. ഇനി പെൻഷൻ കായി ഇന്ന് വാങ്ങിയില്ലെങ്കിൽ നാളെ കിട്ടൂലെന്ന് കുഞ്ഞിക്കാതിൽ പറഞ്ഞു കേട്ട് പായാണ്. ഞാനും ഓലെ പാർട്ടിക്കാരൻ തന്നെയാണേ. പക്ഷേ ഞമ്മളൊക്കെ ബാങ്കിലാണല്ലോ പെൻഷൻ വരുന്നത്. ഞമ്മളെ ആൾക്കാരാണെങ്കിലും ഓലെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. ആ ഇബിലീസ് കുഞ്ഞിക്കാതിൽ ആൾക്കാരെ വഴിതെറ്റിക്കാനായി നടക്കുക. ഇങ്ങള് ബാങ്കിൽ നേരിട്ട് പോയി പൈസ വാങ്ങിക്കൊള്ളി കാക്ക. സംഗതിയില് നിങ്ങളെ എതിർപ്പാർട്ടിക്കാനാണെങ്കിലും ഈ ഉപകാരം മറക്കാൻ പറ്റൂല കുട്ട. ഞങ്ങളെ ചെലവും മരുന്നും മുക്കുടിയും ഒക്കെ കഴിഞ്ഞത് ഞങ്ങളെ ഈ പെൻഷൻ കൊണ്ടാ. അതൊക്കെ പതുക്കെ ഞാൻ നിങ്ങളെ കൂട്ടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊരു തോന്നല്. ഈ ചെമ്മാനക്കൊടി മാനത്ത് ഉയരത്തിൽ പറക്കുന്നത് കാണുമ്പോ ഓൽക്കൊക്കെ പന്തം കണ്ട പെരിച്ചതിന്റെ മാതിരി ഒരു പറളിയാ. എന്നാലേ ഞാനാണ് പോയിട്ട് വരാം കുട്ടാ. കുഞ്ഞാടുകളൊക്കെ ഇങ്ങനെ കൂട്ടം തെറ്റിപ്പോണത് നേതാക്കളെ വല്ലതും അറിയണുണ്ടോ? വാപ്പുട്ടിക്ക, 60 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ട ജനവിഭാഗമാണ് ഈ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കൊണ്ട് കേരളത്തിൽ ജീവിക്കുന്നത്. അത് വല്ലതും ആ കുഞ്ഞിക്കാതറിയോ? നല്ല വെള്ളത്തിൽ നഞ്ഞു കലക്കാൻ നടക്കുന്ന പഹയൻ. വെച്ചേ 20,000 കൂടെ നിന്റെ വട്ടച്ചെലവിന് 5,000 കൂട്ടി 25,000 തന്നില്ലേ? അടുത്ത ഭരണം നമ്മളതാണെന്നാണ് പറഞ്ഞാളാ. കിട്ടും. ഇപ്പം ബാപ്പുട്ടി എന്തെങ്കിലും പറഞ്ഞോ? ഒരക്ഷരം മുണ്ടിയില്ല. നീ മുണ്ടാനും പോണില്ല. ആ, അങ്ങനെ വേണം. പിന്നെ ഞാനിന്ന് രാത്രി ഡൽഹിയിലേക്ക് പോകും. അവിടെ കമ്മിറ്റി കഴിഞ്ഞ് വരുന്നതോട് കൂടി ഇവിടെ ഒരു ഭരണം മാറും. പിന്നെ ആരാ ആരാ ആരാണ്? അച്ഛാ, അച്ഛാ, ഒന്നവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അങ്ങ് മാറി നിൽക്കണ്ട കിങ്ങിനെ. അച്ഛനിപ്പ അങ്ങോട്ട് വരാന്ന്. ഇക്ക, പാവം എന്റെ അച്ഛൻ. കുട്ടികളെ നല്ല നിലയിലെത്തിക്കാൻ ഇത്രയും പാടുപെടുന്ന നല്ലൊരച്ഛനെ കാണാൻ കിട്ടൂല. പുലർച്ചയ്ക്ക് ചന്തയിലോട്ട് വരും.
രാത്രിയിലാണെങ്കിൽ ഞങ്ങൾ ഉറങ്ങിയതിനു ശേഷം വീട്ടിലെത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നാൽ എപ്പോഴും കാണും സംഘടനാബോധമുള്ള ഒരു നല്ല സഖാവിന്റെ ലക്ഷണം. ബാലേട്ടാ. അച്ഛന്റെ പേര് ചൊല്ലി വിളിക്കാനൊക്കെ വളർന്നോ നീയ്? പിന്നെ പ്രായമേറിയവരും മക്കളും കുട്ടികളുമൊക്കെ ബാലേട്ടൻ എന്ന് വിളിക്കണതാ അച്ഛൻ ഇഷ്ടമെന്ന് എനിക്കറിഞ്ഞൂടെ? വന്ന കാര്യം പറയുമോള്. ഇവിടെ വന്നാലല്ലേ അച്ഛനെ കാണാൻ കിട്ടൂ. അച്ഛന്റെ മനസ്സറിയുന്ന ഒരു കുട്ടി സഖാവ് തന്നെയാണല്ലോ നീ. ആ, നീ വന്ന കാര്യം പറയ്. അച്ഛന് ഏറെ പണിയുണ്ടേ. സ്കൂളിൽ +2 ഏറ്റവും ഉയർന്ന മാർക്ക് എനിക്കാണല്ലോ. എന്നെ കോച്ചിങ് സെന്ററിലേക്ക് വിടാനാണ് സ്കൂളിന്റെയും PTA കമ്മിറ്റിയുടെയും തീരുമാനം. എല്ലാ ചിലവുകളും അവർ തന്നെ വഹിക്കും. അതൊക്കെ മക്കൾ തന്നെ പോയി പറഞ്ഞാ മതി. ഈ ചന്തക്കുപ്പായ വിട്ട് മുഷിഞ്ഞു നാറിയ ഞാൻ അങ്ങോട്ട് വന്നാലേ ശരിയാവൂല. അതിന്റെ മോക്കൊരു കുറച്ചില്ല. ഈ ചന്തയിലെ ചുമട്ടുതൊഴിലാളി സഖാവ് ബാലേട്ടനെ സ്കൂളിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. +2 കഴിഞ്ഞ് ഇപ്പോൾ കോച്ചിങ്ങിന് പോയാൽ ഞാനൊരു ഡോക്ടറായി തിരിച്ചു വരും. അതല്ല 3 വർഷം കൊണ്ട് ഡിഗ്രിയും കോച്ചിങ്ങും ഒരുമിച്ച് കൊണ്ടുപോയാൽ അച്ഛന്റെ മോൾ ഒരു കലക്ടറായി വരും. അതൊക്കെ ചോദിക്കാനാ അച്ഛനോട് വരാൻ പറഞ്ഞത്. എന്റെ കുട്ടി ആരായാലും ഇവർക്കൊക്കെ ഒരു കാവലാളായി ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം. മണ്ണിൽ അധ്വാനിക്കുന്നവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും കൂടെ നമ്മുടെ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റി വളരണം. നമ്മുടെ സ്കൂളുകളൊക്കെ ഏതൊരു പ്രൈവറ്റ് സ്കൂളിനോടും കിടപിടിക്കുന്ന രീതിയിൽ മാറ്റിയെടുത്ത് ഹൈടെക് വിദ്യാലയങ്ങളാക്കി മാറ്റിയ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സൗജന്യമായി ലഭിച്ചത് കൊണ്ട് മാത്രമാണ് എന്റെ കുട്ടി ഈ ഉയർച്ചയിലെത്തിയത്. ആ, നീ ചെല്ല്, അച്ഛൻ പിറകിൽ വരുന്നുണ്ട്. എന്നെ പറഞ്ഞു പറ്റിക്കരുത്. എന്തോപ്പ സർക്കാരിന്റെ സ്ഥിതിയൊക്കെ? കേന്ദ്രത്തിൽ നിന്നായ പൈസ നിങ്ങൾക്ക് ഇനി കിട്ടൂല കേട്ടോ. പെൻഷന്റെ കായും ഇനി കിട്ടൂല എന്ന് നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞിരിക്കണു. നിങ്ങളെ കൗത്തിനല്ലേ നമ്മളെ കേന്ദ്രമന്ത്രി പൊടിച്ചിക്കണേ. ഇനി ഒരൊറ്റ നെക്കലോ മന്ത്രിസഭ താഴെ കിടക്കും. ഏത് എടാ കുഞ്ഞിക്കാതറെ, ഓരോ സംസ്ഥാനത്തിന് കൊടുക്കേണ്ട പണത്തിന്റെ വിഹിതം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് മണ്ടച്ചാരെ. കോടതി വഴി കേസ് കൊടുത്തിട്ട് ഞങ്ങൾ അത് വാങ്ങും. ഈ സർക്കാരിന്റെ രോമത്തിൽ തൊടാൻ പോലും അന്റെ കേന്ദ്രത്തിന് കഴിയില്ല. നിങ്ങളെ മരണഘടന ഒന്നും ഞമ്മക്കറിയണ്ട. ഞങ്ങൾ അസർപ്പ് പറഞ്ഞതാണ് ഞങ്ങളെ ഭരണഘടന. ഏത്? അപ്പോ അണക്ക് കിട്ടുന്ന പെൻഷനും പോവൂല ചങ്ങയ്യേ. അവിടെ പരി ഈ ബാക്കെടുത്തിട്ട് നിങ്ങൾ നമ്മളെ തറ പറ്റിക്കാൻ നോക്കും. ഞമ്മക്കറിയാം. ദാ പിടിച്ചോളി അതിന്റെ ഉത്തരം. നമ്മക്ക് പെൻഷൻ നമ്മളെ അസർപ്പ് തരും. ഏത്? കേരളത്തിന് ന്യായമായ വിഹിതം കിട്ടാതാവുമ്പോ ഇവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങളാണ് കഷ്ടത്തിലാവുന്നത്. അതൊക്കെ ശരിയാ. നിങ്ങൾ ഈ അലാക്കിൽ ഔലിങ്ങഞ്ഞിൽ ഭരണം കൊണ്ട് കഴിഞ്ഞ 8 കൊല്ലായി പാലം കൊടുത്ത സൈത്താനമാരി ഞാനും എന്റെ പാർട്ടിക്കാരും അറിയാണ്. ഏത്? പൗരത്വ ബില്ലും മുത്തലാഖ് ബില്ലും ഒക്കെ പാർലമെന്റിൽ വന്നപ്പോഴേ അതിനെതിരെ ഒന്ന് മിണ്ടാൻ പോലും തയ്യാറാവാത്ത നിങ്ങളുടെ കൂടെ എങ്ങനെ സമുദായം നിൽക്കണോ? ഇതിന്റെ അയൽവാസി ആയതുകൊണ്ട് മാത്രം ഞാൻ എന്നോടൊരു രഹസ്യം പറയാം. ഞങ്ങളെ പാർട്ടിക്ക് ഒരാളെ കിട്ടിയിട്ട് കാലം കോണായിക്കണേ. ഇള്ളവർക്കാണെങ്കിലോ വിളിച്ച വരാൻ മടിയുണ്ട്. ഒക്കെ നിങ്ങൾ ഭരണം കൊണ്ട് കിട്ടിയ ഹിക്മത്തുകളാ. അപ്പൊ നല്ല ഭരണമാണെന്ന് നീയും സമ്മതിച്ചല്ലോ, അത് മതി. ബാപ്പുട്ടിയെ, ഒരു കാര്യം പറയാനുണ്ട്. നാളെ മകരവിന് ശേഷം നമ്മളെ പാർട്ടിന്റെ യോഗണ്ട്, മറക്കാതെ വരണം. ഇത് അസർഫിന്റെ ഓർഡർ പ്രകാരം കുഞ്ഞിക്കാതന്റെ ഉത്തരവാ. ഏത്? ഒന്ന് പോയി കളിയാക്കാവുന്നേ, ഞാൻ വരില്ല.
മീറ്റിങ്ങിന് ശേഷം ബിരിയാണി ഉണ്ട് പോയ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഈ ചങ്ങായിമാർക്കൊക്കെ എന്താ പറ്റിയത്? ഇക്കണക്കിന് പോയാലും നമ്മളെ കൊടിഞ്ഞ് തീവണ്ടി ഓഫീസിലേ കാണുള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഘടകകക്ഷി പോലും നമ്മുടെ കൊടി ജാഥയെ പിടിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാല് ഇതൊക്കെ അസർഫിനോട് പറഞ്ഞ് കളമൊന്നു മാറ്റി ചവിട്ടണം. അസർഫേ, നമസ്കാരം, ഞാൻ വസുന്ധര. കേരളമാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. വയനാട് ജില്ലയിലെ പുത്തൂർ മലയിൽ ഉരുൾപൊട്ടി ഒരു ഗ്രാമമാകെ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. എത്ര ആളുകളും വീടുകളുമാണ് മണ്ണിനടിയിലേക്ക് പോയതെന്ന് കൃത്യമായ കണക്കില്ല. അതിദയനീയമായ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പാതി ജീവനുമായി ചെളിയിൽ പൊതിഞ്ഞു കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുവാനായി സ്വന്തം ജീവൻ പണയം വെച്ച് യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ് ന്യൂസ്: ദുരന്തഭൂമിയിലേക്ക് സഹായത്തിനായി പട്ടാളവും എത്തിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് കേരളം സാക്ഷിയാകുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുമെന്ന് മുഖ്യമന്ത്രി കേരളത്തോടായി പറഞ്ഞു. നമ്മൾ അതിജീവിക്കും. ഈ പണി എവിടെ പോയി കിടക്ക പടത്തോനെ? എന്താ നിങ്ങക്ക് മാണ്ടിയത്? പൂതം നെതിയും കൊണ്ട് നടക്കണ മാതിരി ഇത് ഈ പണസഞ്ചി കൊണ്ട് നടക്കുക. അന്നെ കെട്ടിയ കാലെന്താണ് പറയുന്നത്? ഈ പൈസ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കണ്ടാന്ന്. നിങ്ങൾ എന്തൊക്കെ പുകലുണ്ടാക്കിയാലും നമ്മൾ ഇത് കൊടുക്കുക തന്നെ ചെയ്യും. ഇത് ഉമ്മുകുൽസുന്റെ ബാക്കാണ്. അന്റെ വാക്കും കീറച്ചാക്കും ഒരുപോലെ തന്നെയല്ലേ ഇവിടെ? അത് പണ്ടത്തെ ഉമ്മുകുൽസു, ഇതാള് വേറെയാണ്. +2 പാസ്സായ പുതിയ ഉമ്മുകുൽസു. +2? അത് ഇത് എപ്പോഴാ പഠിച്ച് പാസ്സായത് ബലാലെ? അവിടെ പറയ്, ഞമ്മള് സാക്ഷരതേന്റെ തുല്യതാ പഠനം വഴി പാസ്സായതാ. ഈ സർക്കാരിന്റെ എല്ലാ സഹായവും പഠിക്കാനും പാസ്സാവാനും ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാ. എന്തെങ്കിലും ഒക്കെ ആയിക്കോ. പക്ഷെങ്കില് മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പണം കൊടുക്കാൻ ആളാണ് നമ്മൾ സമ്മതിക്കൂല. ഇക്കാര്യത്തില് ഇങ്ങളെ സമ്മതം ഞമ്മക്ക് വേണ്ട. ഇത് അത്രയും ഹക്കായ ഒരു കാര്യമായതുകൊണ്ടാ ഞമ്മള് കൊടുക്കണത്. മുഖ്യന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം കൊടുക്കരുതെന്ന് നമ്മൾ അസർപ്പ് പറഞ്ഞിക്കണ്. മാണെങ്കില് നമ്മളെ പാർട്ടീന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കായിട്ടോ നമ്മളൊരു അക്ഷരാണ് മുണ്ടൂല. അത് വേണ്ട. ആദ്യം പല കാര്യത്തിനായി പിരിച്ച കായിന്റെ കണക്ക് ഞമ്മളൊന്ന് കേക്കട്ടെ. കളന്തനാചാര്യ ആരാത്? കുഞ്ഞിക്കാതരാ, ഒന്ന് വേഗം വാസയിത്താനെ. എന്താണ് ആചാര്യ? ഉമ്മുകുൽസ് എടുത്തിട്ട് അലക്കിയോ? അതിനേക്കാളൊക്കെ മാനക്കടുണ്ടാക്കണ കാര്യ ഈ പൗരത്തിക്ക് ഞമ്മള് പിരിച്ച കായിന്റെ കണക്കറിയണമെന്ന്. പോരാത്തത് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സഞ്ചി പണം കൊടുക്കാനും പോവുകയാണ് ഈ ഇവരിക്ക്. എന്താണിത്ത നിങ്ങൾക്ക് മൂച്ചിപ്പിരെന്താളകിക്കണോ?
അങ്ങോട്ട് മാറി നിക്കട ഹിമാറെ, ഓന്റെ മുട്ടിയുരുമാനുള്ള ഒരു വരവ്. എന്റെ പണവും ആഭരണവും വയനാട് ദുരന്തത്തിലേക്ക് സംഭാവന ചെയ്യണേന് ഇങ്ങക്ക് രണ്ടാക്കും എന്താ ചെയ്തം? കോണിക്കൂട്ടിലുള്ള കള്ള അറേന്റെ ഉള്ളിന്ന് അടുക്കി വെച്ച കള്ളപ്പണവും ബിസ്ക്കറ്റും ഒറ്റ മഴയ്ക്ക് തവിട് പൊടിയായി ഒലിച്ചങ്ങോട്ട് പോകും. കുന്നുകൂട്ടി വെച്ച പണവും സ്വർണവും ഒക്കെ മണ്ണിന്റെ അടിയിലായത് നിങ്ങൾ വയനാട്ടിൽ കണ്ടില്ലേ? ആചാരേ, വീടൊരു മറുകണ്ഠം ചാടിക്കിട്ടോ. ഇത് ഞാൻ ഏതായാലും ആ സർഫിനോട് പറയൂ. പൊന്നാര ഉമ്മുക്കുൽസോ ബലാലേ, ഇത് മാണ്ടാത്തതൊന്നും ഉണ്ടല്ലേ? നമ്മൾ ആൾക്കാരിട്ടേ സ്വർണവും പണമൊക്കെ ഇങ്ങനെ കിടക്കുകൊണ്ടാ നമ്മളിപ്പോ കളം മാറ്റി ജില്ലേനെ അപമാനിച്ചെന്ന് പറഞ്ഞ് സമരം നടത്തുന്നത്. അനക്ക് തിരിഞ്ഞിക്കണോ അത്? ആ ഇത്താത്ത, ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന വാങ്ങാൻ വന്നതാണ്. ഇത്താന്റെ സഹായം ഇന്ന് തന്നെ കളക്ടറേറ്റിൽ അടവാക്കി രസീത് കൊണ്ടുവന്ന് തരും. അതൊക്കെ നിങ്ങളെ സൗകര്യത്തിന് തന്നാ മതി. ഞമ്മക്ക് നിങ്ങളെ പെരുത്ത വിശ്വാസ. ഒരു നാടാകെ ഒലിച്ചു പോയ ദുരന്തത്തിലേക്ക് എന്റെ വക ഒരു ചെറിയ സഹായം അത്ര വിചാരിച്ചാൽ മതി. നിക്കി പണം കൊടുക്കാൻ വരട്ടെ, നമ്മളൊന്ന് ചോദിക്കട്ടെ. നിങ്ങളെ നാട്ടിലെ ഡിവൈഎഫ്ഐയിലെ കുണ്ടന്മാരാണില്ലേ? ആണെങ്കിൽ ഇങ്ങോട്ട് ചോദ്യം വേണ്ട, കുഞ്ഞിക്കാതിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാ മതി. പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ എന്താ? അപ്പൊ ഞാനും ഈ കരന്തനാചാരും ഏത് പാർട്ടിക്കാരനാണെന്നും നാട്ടിൽ ഞങ്ങൾക്കുള്ള നിലയും വലിയും എന്താണെന്നും നിങ്ങൾക്കറിയാലോ? അറിയാന്നോ? പാവപ്പെട്ട ഒരു സമുദായത്തിന് വിറ്റുകൊഴുത്ത് തടിച്ചവർ. 8 കൊല്ലായിട്ട് ഭരണമില്ലാത്തോണ്ട് കൂട്ടിലിട്ട മെരുകിനെ പോലെ ചാടി നടക്കണോല്. ഏതായാലും ഇങ്ങളെ മാതിരിയാകൂല. ഈ കുട്ടികള് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂടെ നിൽക്കുന്നവർക്കും നൽകണം പൊതിച്ചോറ്. നിർധരരായ ആളുകൾക്ക് അന്നം നൽകുന്നതിന്റെ പുണ്യം ഇങ്ങക്ക് അറിയില്ല മനുഷ്യന്മാരെ. കഴിഞ്ഞ ആഴ്ച പനി പിടിച്ച ആശുപത്രിക്ക് പോയപ്പോ ഓല് തന്ന പൊതിച്ചോറ് ഇങ്ങളും വാങ്ങി തിന്നില്ലെന്ന്. പിന്നെ വയനാട് ദുരന്തത്തില് ഇവര് കാണിച്ച പുണ്യപ്രവർത്തികളൊക്കെ കണ്ടിട്ടും കാണാതെ നിക്കല്ലേ നിങ്ങളൊക്കെ? ഇപ്പം ഈ ജില്ലയോട് പുതിയ പ്രേമമൂത്ത് നടക്കുന്നതിന്റെ പൊരുളൊക്കെ നമ്മൾക്കറിയാം. ആ പ്രേമം വെറുതെ ഒന്നല്ല കുട്ടികളെ. പിന്നെ ഉമ്മുകുൽസോ, ഒരക്ഷരം ഉണ്ടരുത്. പൈസ കൊടുത്തോ. ആചാരേ, അപ്പൊ നമ്മൾ അസർപ്പ് ഈ കാര്യം പറ്റി അസഫിനോട് മുണ്ടണ്ട. ഇന്നാ പിന്നെ അങ്ങനെ. പക്ഷെ ഈ കുഞ്ഞിക്കാതറ് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നമ്മൾ അസർപ്പ് തന്നെ പറയണം. കുഞ്ഞിക്കാതറെ, ഒറ്റമരം ഒരിക്കലും കാവാവില്ലെന്ന കാര്യം ഓർത്തോ. നിറഞ്ഞു കവിഞ്ഞ കോടികളുടെ കണക്ക് പടപ്പുകളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും പടച്ചോന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും. ഇത്താത്ത, നിങ്ങളുടെ സ്നേഹ സമ്മാനം തന്നോളൂ. ഏറനാടി മണ്ണിൽ നിന്നുണർന്നു നല്ല മുഖപരിചയം. ആരായിരിക്കും? ആ, പങ്കജാച്ച. എന്താണ് മകനെ കുഞ്ഞിക്കാതറെ? അല്ല, നിങ്ങൾ എപ്പോഴാണ് വലിയ കൂടിയൊക്കെ തൊട്ടൊരു സ്വാമിയായത്? കണ്ടാ തിരിച്ചറിയില്ലട്ടോ. അപ്പൊ നിങ്ങൾ ഡൽഹിക്ക് വലിയ കമ്മിറ്റി കൂടാനല്ലേ പോയത്? അതെ, പക്ഷേ ഡൽഹിയിൽ വെച്ച് ദിവ്യ തേജസിന്റെ അരുളിപ്പാട് എനിക്കും കിട്ടി. മടങ്ങിയപ്പോൾ മറ്റൊരു ദിവ്യ തേജസ്സിനെ കൂടെ വിട്ടു തന്നു ആ മഹാൻ. ഇവിടെ ആകെ കോയമന്ത്രനാണെന്ന്. എന്തൊക്കെ പണി നോക്കിയിട്ടും നമ്മളെ മുന്നണി പച്ച തൊടുന്നില്ല. എവിടെ ചെന്നാലും നാട്ടുകാരെ വക ആട്ടും തുപ്പും തന്നെ. അതിനുള്ള മറുമരുന്നൊക്കെ ഈ പെരിയസ്വാമി പറഞ്ഞു തരും. നിങ്ങളെ കയ്യിലെന്താ ഒരു മൊന്ത? ഈ പിഞ്ഞാണ് എന്തിനാണ്? പിന്നെ പങ്കജാച്ച, നിങ്ങളെ കൂടല്ലേ സ്വാമിനെ നാട്ടുകാർ കാണണ്ട. ദുരിത സ്ഥലത്ത് ചെന്ന് ഫോട്ടോഷൂട്ട് നടത്തി എന്നല്ലാതെ
നായ പൈസ പോലും തന്നിട്ടില്ല. അതിന്റെ ഒന്നാം ഗഡു കൊണ്ടാണ് ഭക്ത ഞങ്ങളുടെ വരവ്. ആശുപത്രിയിലുള്ള എല്ലാ രോഗികൾക്കുമുള്ള സിദ്ധൌഷധമുള്ള പുണ്യാഹവും വിഭൂതിയും അല്പം കുഞ്ഞിക്കാദർ സ്വാമിയും സേവിച്ചോളൂ. അല്ല, എല്ലാ സൂക്കറിനും പറ്റുമോ? എന്നാ പിന്നെ കുറച്ച് നമുക്ക് തരി. എന്ത് പണ്ടാരാണ് നമുക്ക് തന്നത്? ഒരു ഉടുമ്പിച്ച മണവും രുചിയും. ഉത്തരേന്ത്യൻ പശുക്കളുടെ ചാണകം പൊടിച്ചത്, വിശുദ്ധ വിഭൂതിയും അവറ്റകളുടെ പവിത്രമായ മൂത്രം പുണ്യാഹവുമായി സേവിച്ചതാണ് മകനെ. കൊലക്കന്റെ മൂട് എന്റെ ഉള്ളും പുറവും നജസായി. പാർട്ടി കമ്മിറ്റി കൂടാൻ ഡൽഹിക്ക് പോയ ഞങ്ങള് എപ്പോഴാണ് ഈ സ്വാമിന്റെ വലയപ്പെട്ടത്? ഓരോ സംസ്ഥാനത്തിലും ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ആ ദിവ്യ തേജസ്സിൽ അഭയം തേടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങളൊന്ന് കളം മാറ്റി ചവിട്ടും. പകൽ മുഴുവൻ നമ്മൾ ഘടക കക്ഷികൾ തന്നെ. രാത്രിയിൽ ഞാൻ ഈ സ്വാമിയുടെ ഭക്തനായിരിക്കും. അല്ലാതെ രക്ഷയില്ല ഖാദർസ്വാമി. ഈ അവസ്ഥയിൽ പോയാൽ കേരളത്തിലെ ഭരണം നമുക്ക് തൊടാൻ കിട്ടൂല. ഈ സ്വാമിയെ കൂട്ടി ഒരു പരീക്ഷണം അത്രമാത്രം കരുതിയാൽ മതി. പക്ഷേ നിങ്ങളെ കൂട്ടത്തിൽ ചേർന്നെങ്കിൽ ഞങ്ങൾ അസർഫിനോട് ചോദിക്കണം. അസർപ്പ് സ്വാമിയോട് ചോദിച്ച് സമ്മതം വാങ്ങിയതിനു ശേഷമാണ് ഭക്ത ഞങ്ങളുടെ ഈ ഒരു വരവ്. പിറകെ പോന്നോളൂ. എന്റെ അസർഫേ, എന്തൊരു കഷ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ദുരന്തത്തെയാണ് നാം നേരിട്ടത്. പല സംഘങ്ങളും ഒറ്റക്കും കൂട്ടമായും നമ്മളെ എതിരിടാൻ നോക്കിയെങ്കിലും ഈ ദുരന്തത്തെ നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അർഹതപ്പെട്ട വിഹിതം പോലും നൽകുവാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ തന്നാലും ഇല്ലെങ്കിലും ഈ ദുരന്തത്തെ നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ 3 വർഷത്തേക്കുള്ള നയപരിപാടികൾ രൂപീകരിക്കുന്നതിനുള്ള 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ, സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. സംവത്സരങ്ങൾക്ക് മുമ്പേ കുഴിച്ചുമൂടപ്പെട്ട ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ അസ്ഥി പഞ്ചരങ്ങൾ മാന്തിയെടുത്ത് അവയ്ക്ക് ജീവൻ കൊടുക്കാനൊരുങ്ങുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാട്ടവും മതനിരപേക്ഷ കൂട്ടായ്മയും അതായിരിക്കട്ടെ ഇനിയുള്ള കാലത്തെ നിങ്ങളുടെ മുദ്രാവാക്യം. സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. ഇനിയുള്ള കാലം ഞാനും നമ്മൾ ആചാരും നിങ്ങളൊപ്പം തന്നെ. നേരിന്റെ വഴി നിങ്ങളതാണ് കുട്ടികളെ. ആചാരെ മടിക്കാതെ വേഗം കൊണ്ട് കടന്നു വരും. നിങ്ങള് ഇന്റെ ഉമ്മക്കുളിച്ച് പറഞ്ഞ മാതിരി നേരിന്റെ വഴി ഇങ്ങള് തന്നെയാണ്. എല്ലാരും പോരി. നിന്റെ കണ്ണും കാതും തുറന്നത് ഇപ്പോഴാണ് കുട്ടികളെ. പുൽപ്പറ്റ സമ്മേളനം കൊയ്പ്പിച്ച മാതിരി പാർട്ടിന്റെ ജില്ലാ സമ്മേളനം നമുക്ക് ഉഷാറാക്കണം. പോരി, എല്ലാരും പോരി. വരി, എല്ലാരും പോയി. നമ്മളല്ലാതെ മറ്റാരോ സഖാക്കളെ ഇമ്മണ്ണിനായി ചോര ചിന്തിടാൻ. നമ്മളല്ലാതെ മറ്റാരോ സഖാക്കളെ ഇമ്മണ്ണിനായി ചോര ചിന്തിടാൻ. അണിവെച്ച ദേശത്വമെത്തുമ്പോളെതിരിടാൻ അണിയത്തു നാം തന്നെ വേണം. കർമ്മസമരത്തിനമരത്തു വേണം. നമ്മളല്ലാതെ മറ്റാരോ സഖാക്കളെ
ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നാടകത്തിൽ അണിനിരുന്നവർ കലന്തനാചാര്യ, കുഞ്ഞിപ്പോക്കർ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മനോജ് മാസ്റ്റർ, പാപ്പുട്ടി, അംസ എം സി വളമംഗലം, കുഞ്ഞിക്കാദർ, ചന്ദ്രൻ തോട്ടേക്കാട്, ബാലൻ, സ്വാമി എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശശി ചെറുവത്തൂർ, പങ്കജാക്ഷൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച 12ാം വാർഡ് മെമ്പർ ജേഷ് ബാബു, കിങ്ങിണി, വസുന്ധര, ഉമ്മുകുൽസു എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആതിര ഒളമതിൽ, കുട്ടൻ, ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇവരെ അവതരിപ്പിച്ച ഉണ്ണികൃഷ്ണൻ കൂട്ടാവു, മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പ്രതീഷ് പുൽപ്പറ്റ. ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ടി.എ. മടക്കൻ. ലാൽ സലാം.